സംഭവം ഓണക്കാലല്ലേ, ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ സമയമാണ്. നമുക്കപ്പോ ഹെയറിൽ വെക്കുന്ന ഒരു പൂവ് നമുക്ക് എങ്ങനെ വീട്ടിൽ വളരെ എളുപ്പം ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. വീട്ടിലുള്ള ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത് ഒരു ഫാബ്രിക് പെയിന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു തണ്ടിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് ഗ്രീൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. വൈറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട് നമുക്കത് കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കത്രിക, പിന്നെ ഞാൻ എടുത്തേക്കുന്ന ടിഷ്യൂ നല്ല പ്യുർ വൈറ്റ് ആണ് കേട്ടോ. ഇത്തിരി ഒരു ലൈറ്റ് ഷെയ്ഡ് വരുമല്ലോ, ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ടിഷ്യൂ ആണെങ്കിൽ ഇത്തിരി ബെറ്റർ ആയിരിക്കും. ഇത് ഭയങ്കര തിന്നും കൂടെയാണ്, എങ്കിലും വേറെ കിട്ടാത്തത് കൊണ്ട് ഇത് വെച്ച് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇതുപോലെ മടക്കി എടുക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ മടക്കണമെങ്കിൽ നമുക്ക് ആ ഒരു അത്രയും ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഈ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് ചുമ്മാ ആ ഒരു കൂർത്തിരിക്കുന്ന ഭാഗം പോകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിഡിൽ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നൂത്തിട്ട് നമുക്ക് ഓരോ പീസായിട്ട് മാറ്റിയെടുക്കാം. ഞാനിത് വളരെ തിന്നായിട്ടുള്ള ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ലെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നോർമൽ നമ്മുടെ അത്യാവശ്യം കട്ടിയുള്ള ടിഷ്യൂ ആണെങ്കിൽ ഒരു ലെയർ വെച്ചിട്ട് തന്നെ എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഈ ഒരു പീസ് സെപ്പറേറ്റ് ചെയ്യാം. സംഭവം ഇനി നമുക്ക് ഇതുപോലെ മടക്കി നമുക്ക് ഓരോ പൂവ് ഉണ്ടാക്കാം കേട്ടോ. നമ്മളിത് ജസ്റ്റ് ഒരു പിച്ചിപ്പൂവിന്റെ ആ ഒരു സ്ട്രക്ചറാണ് വരിക. ഇതുപോലെ നടുഭാഗത്ത് ഇതുപോലെ നമ്മൾ തീരി തെറുക്കണ പോലെ മടക്കി എടുക്കുക. അപ്പൊ ഇതുപോലെ ഞാൻ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ഫാബ്രിക് പെയിന്റ്, ഗ്രീൻ കളർ ഫാബ്രിക് പെയിന്റ് അപ്ലൈ ചെയ്യാണ്. ഇത്തിരി ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ ഇത്തിരി ബെറ്റർ ആയിരിക്കും. ഇതൊരു ലൈറ്റ് ഗ്രീൻ ആയി പോയി എങ്കിലും ഓക്കെ ആണ്. ബട്ട് ഇത്തിരി ഒരു കരിമ്പച്ച കളർ ആവുമ്പോൾ നമുക്ക് ഒരു ഇത്തിരി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. എങ്കിലും ഒറിജിനൽ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ തന്നെയാണ്. എങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ ഒരു പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇത് ഒരു നല്ല ഓപ്ഷൻ ആണ്. ഇനി നമുക്കിത് സൂചിയിൽ പുറത്തെടുക്കാനായിട്ട് പറ്റില്ല, നൂല് വെച്ചിട്ട് തന്നെ കെട്ടിയെടുക്കണം. അതാണ് അതിന്റെ ഒരു ഭംഗി. ഞാൻ വൈറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുക്കി കെട്ടി കഴിഞ്ഞാല് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് തലയിൽ വെക്കുന്ന സമയത്ത്. അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് കോർത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.